الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين أما بعد മർക്കസ് ഖാസിമിയിലെ കർണാടക വിദ്യാർത്ഥികളുടെ പ്രത്യേക ഫെസ്റ്റാണ് എന്ന് മനസ്സിലാക്കുന്നു. ജാമിയ സഅദിയിൽ കഴിഞ്ഞ ദിവസം ഓഫ് സ്റ്റേജ് പരിപാടികൾ തുടങ്ങി. ഞായറാഴ്ച മുതൽ 4 ദിവസം ഓൺ സ്റ്റേജ് പരിപാടികളാണ്. മലയാള ഭാഷയിൽ പരിപാടികൾ നടക്കാറുള്ളത് പോലെ തന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മോട്ടിവേഷൻ നൽകുന്നതിന് അവരുടേതായ കന്നഡ സമാജവും ഫെസ്റ്റുമൊക്കെ നടത്തുന്നത് നമ്മുടെ ഉസ്താദുമാരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഭാഷയുടെ സ്വാധീനവും അത് ജനമനസ്സുകളെ ആകർഷിക്കുന്നതിൻ്റെ രൂപങ്ങളുമൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത ആ ജനത സാഹിത്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പം അവരോട് ഒന്നുകൂടി സാഹിത്യത്തിൻ്റെ നിപുണത നിറഞ്ഞ ഒരു രീതിയിൽ വിശുദ്ധ ഖുർആൻ കൊണ്ടും ജവാമിഉൽ കലിമ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഹദീസ് വചനങ്ങൾ കൊണ്ടും അവിടുന്ന് സംവദിച്ചു. അതിനെ തുടർന്ന് വന്ന ജനതയിൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ മധുരം വിതറിയ ഖുറാഅുകൾ ഒരു ഭാഗത്ത്, കവിതയുടെ ഈരടികളും ഇഷ്കിൻ്റെ ഇശലുകളും മെനഞ്ഞെടുത്ത കവികൾ ഒരു ഭാഗത്ത്, സാഹിത്യ നിപുണതയാർന്ന സംസാരങ്ങൾ ലോകത്ത് പരിചയപ്പെടുത്തിയ ഉദബ വേറൊരു ഭാഗത്ത്, ഇങ്ങനെ ഗതകാല മുസ്ലിം സാഹിത്യ ചരിത്രം നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ തബക്കാത്തുകളായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കാലത്തും അറബി സാഹിത്യത്തിലും മലയാളത്തിലും കന്നഡയിലുമൊക്കെ നല്ല മികവുള്ള ഗദ്യവും പദ്യവും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ധാരാളം യുവ പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും വളർന്നു വരുന്നുണ്ട്. തീർച്ചയായും അത് കാലത്തിൻ്റെ ആവശ്യമാണ്. ഏറ്റവും നല്ല ആശയങ്ങൾ സംവേദനം ചെയ്യേണ്ടത് ഭാഷയിലൂടെയാണല്ലോ. അപ്പം അതിന് പല രൂപങ്ങളുണ്ട്. മിനിക്കഥകൾ, ചെറുകഥകൾ എന്നൊക്കെ പറഞ്ഞ് ഒരാശയം സംവേദനം ചെയ്യാൻ പുതിയ സാഹിത്യ രൂപങ്ങളുണ്ട്. അതുപോലെ ഓൺലൈൻ യുഗത്തിൽ ഫേസ്ബുക്കിൻ്റെ വാളിലും പിന്നെ എക്സും വൈയൊക്കെ ആയി വേറെയും പല ഓൺലൈൻ മീഡിയകളുണ്ടല്ലോ. അവിടെയൊന്നും ഇപ്പോൾ ഭാഷക്ക് ഒരു പരിമിതി ഇല്ല. ഒരാശയം നമുക്കറിയാമെങ്കിൽ 100 ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ AI ടൂളുകൾ ഇന്ന് റെഡിയാണ്. ഞാൻ പയ്യന്നൂരിൽ നിന്ന് ട്രെയിനിൽ കയറി ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടു. സിംഗപ്പൂരിൽ നടന്ന വേൾഡ് റോബോട്ടിക് ഒളിമ്പ്യാഡ് എന്നാണ് അതിൻ്റെ പേര്. 26,000-ഓളം ടീമുകൾ പങ്കെടുത്ത റോബോട്ടുകളുടെ
സ്പോർട്സും അവയുടെ കഴിവുകൾ രേഖപ്പെടുത്തുന്നതും. അതിൽ ഫൈനലിലെത്തിയ 600 ടീമാണ് സിംഗപ്പൂരിൽ മത്സരിച്ചത്. അപ്പോൾ ആ വാർത്ത ഇംഗ്ലീഷിലായതുകൊണ്ട് ഞാനത് കുട്ടികളുമായി പങ്കിടണമെന്ന് ഓർത്തിട്ട് അതിൻ്റെ ഒരു മലയാള പരിഭാഷ പെട്ടെന്ന് വേണം എന്ന് AI പറഞ്ഞപ്പോൾ 2 മിനിറ്റ് കൊണ്ട് അത് പരിഭാഷപ്പെടുത്തി തന്നു. അപ്പം ഇത് കന്നഡയിൽ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും കിട്ടും. ഈ ഒരു കാലത്ത് നമുക്ക് നല്ല തെളിഞ്ഞ ആശയമാണ് ഒന്നാമത് വേണ്ടത്. ആദർശത്തിനും പാണ്ഡിത്യത്തിനും തഫ്സീറിൻ്റെയും ഹദീസിൻ്റെയും വ്യാഖ്യാനങ്ങളായും വിരുദ്ധ ചേരിയിലുള്ളവർക്ക് പ്രതിരോധമായും നമുക്ക് നല്ല ആശയങ്ങൾ വേണം. അതിൽ നിങ്ങൾ ഒന്നാമതായി പഠനത്തിന് കൂടുതൽ താല്പര്യം കാണിക്കുകയും മുമ്പൊന്നും കിട്ടാത്ത ധാരാളം റഫറൻസ് കൃതികൾ അറബിയിൽ തന്നെ നല്ല കിതാബുകളൊക്കെ പുതിയ കാലത്ത് ലഭ്യമാണ്. മിൻഹാജിൻ്റെ ഒരു 15 ഷറഹുകൾ വേണമെങ്കിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഷറഹുൽ അഖായിദിൻ്റെ ഹാഷിയകളും തുടങ്ങി ധാരാളം ഗ്രന്ഥങ്ങൾ. അപ്പം അതൊക്കെ ഉപയോഗപ്പെടുത്തി പുതിയ കാലത്തെ ലിബറലിസത്തിലേക്കും മതം വേണ്ടെന്ന ചിന്തയിലേക്കുമൊക്കെ പോകുന്ന ആളുകൾക്ക് തടയിടാനും നല്ല കന്നഡ സാഹിത്യത്തിലൂടെ അവിടെ ദഅവത്ത് നടത്താനും മലയാളത്തിലേക്ക് വരുമ്പോൾ നല്ല മലയാളം ഉപയോഗിക്കാനും അഭ്യസ്തവിദ്യരുടെ മുന്നിൽ നല്ല പ്രൊനൗൺസിയേഷനോട് കൂടിയ ഇംഗ്ലീഷ് പറയാനും എല്ലാം നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ ആദ്യമായി 89 ഇവിടുന്ന് ഇറങ്ങി ആദ്യം സേവനമേറ്റെടുത്തത് കർണാടകയിലെ ചിക്കുമകളൂരിനടുത്ത ബാലഹണ്ണൂരിലാണ്. അപ്പം അവിടെ പോയി വരാൻ ബസ്സിൻ്റെ ബോർഡ് വായിക്കണം എന്ന കാര്യം കൊണ്ട് ഞാൻ കന്നഡ അക്ഷരങ്ങൾ പഠിച്ചെടുത്തു. അതുകൂടി അറിയാത്ത ഒരു നിരക്ഷരത എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അക്ഷരങ്ങൾ പഠിച്ചു. എന്നാലും രാത്രി ചീറിപ്പായുന്ന ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബസ് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ നിൽക്കൂലല്ലോ. അങ്ങനെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടി. പിന്നെ ചെറുതായിട്ട് പത്രമൊക്കെ വായിച്ചു തുടങ്ങിയിരുന്നു. പിന്നെ അത് ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോയോ എന്ന് സംശയമുണ്ട്. അപ്പം എന്തായാലും കർണാടകത്തിൻ്റെ ധാരാളം സാഹിത്യ മേന്മകളും അതുപോലെ ആദർശരംഗത്ത് നമ്മുടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും ഹൈന്ദവതയുടെ വലിയ 2-3 ചിന്താധാരകൾ കർണാടകയിൽ നിന്ന് ഉടലെടുത്തതാണ്. മ്യൂസിക്കിൽ കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്തെ ജനതക്ക് നല്ല തെളിഞ്ഞ ആശയങ്ങൾ പറയാനും അവരാകർഷിക്കാനും നല്ല ഇശലുകളിൽ കന്നഡ പാട്ട് പാടാനുമൊക്കെ ഇത്തരം വേദികൾ ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഒരു കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പോരാ, ഇന്ത്യയുടെ തന്നെ ഒരു വൈജ്ഞാനിക സെൻ്ററാണ് ജാമിയ മർക്കസ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാവിധ ആയുധങ്ങളുമുണ്ട്, അതിന് ഭാഷയുടെ പരിമിതികളില്ല എന്ന് വരുത്തുന്നതായിരിക്കും നമ്മുടെ ഉസ്താദുമാർക്ക് വലിയ സന്തോഷമുണ്ടാവുക. ആ അർത്ഥത്തിൽ കാലം ആവശ്യപ്പെടുന്ന ദീനി ദഅവത്തിൻ്റെ എല്ലാ മേഖലകളിലും കൂടുതൽ തിളങ്ങാനും ഉയരാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.